പാർട്ടി പറഞ്ഞാൽ എവിടെയും മത്സരിക്കുമെന്ന് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി നൽകുന്ന ചുമതലകൾ ഏതായാലും നിർവഹിക്കും. സന്ദീപ് വാര്യരുടെ പേര് പാലക്കാട് സജീവമായി പരിഗണിക്കുന്നു എന്ന് പറയുന്നു. അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടി എന്താണോ പറയുന്നത് അത് ചെയ്യുക എന്നുള്ളതാണല്ലോ. പാർട്ടി എവിടെയാണോ മത്സരിക്കാൻ ആവശ്യപ്പെടുന്നത്, എവിടെയാണോ പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ്. പാലക്കാട് എൻ്റെ ജില്ലയാണ്, എൻ്റെ നാടാണല്ലോ. പാലക്കാട് ഏത് മണ്ഡലമാണെങ്കിലും മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും. കേരളത്തിൽ എവിടെ മത്സരിക്കാൻ പറഞ്ഞാലും മത്സരിക്കും. സുരേന്ദ്രൻ എവിടെ മത്സരിക്കുന്നു നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ ജനമല്ലേ? അല്ല, സുരേന്ദ്രൻ ഞാൻ എവിടെ മത്സരിക്കുന്നില്ല എന്ന് നോക്കി നടക്കുകയല്ലേ. പാലക്കാട് കെ സുരേന്ദ്രൻ BJP സ്ഥാനാർത്ഥിയാകുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. BJP ശക്തി തെളിയിക്കാനാകുമോ എന്ന് സുരേന്ദ്രൻ കാണിക്കട്ടെ. സുരേന്ദ്രൻ മത്സരിച്ചാൽ പാലക്കാട് BJP 3ാം സ്ഥാനത്തെത്തുമെന്ന് സന്ദീപ് പരിഹസിച്ചു. BJPയുടെ വോട്ട് ഷെയർ വലിയ തോതിൽ കുറഞ്ഞിരിക്കുകയാണ്. പാലക്കാടും അത് കണ്ടു. പാലക്കാട് നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ BJPക്ക് വലിയ തിരിച്ചടിയാണ്. മുനിസിപ്പാലിറ്റിയിൽ 3 സീറ്റുകളുടെ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പാലക്കാട് ജില്ലയിൽ തന്നെ BJPക്ക് നേരത്തെ ഉണ്ടായിരുന്ന മുൻതൂക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് വിവിധ നഗരസഭകളിൽ. അതൊക്കെ സ്വാഭാവികമായിട്ടും BJPയുടെ നില ഇവിടെ കൂടുതൽ പുറകിലോട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇവിടെ ആര് സ്ഥാനാർത്ഥിയായാലും BJP വലിയ തോതിൽ പരാജയപ്പെടും. കഴിഞ്ഞ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കാലത്താണ് സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലെത്തിയത്. പാലക്കാടോ ഷൊർണൂരോ സ്ഥാനാർത്ഥിയായേക്കും. ഷൊർണൂരിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സന്ദീപ് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നെങ്കിലും 36,973 വോട്ടോടെ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരുന്നു. കോൺഗ്രസിന്റെ ഫിറോസ് ബാബുവായിരുന്നു ഇവിടെ UDF സ്ഥാനാർത്ഥി. പാലക്കാട് പോലെ ഉറച്ച മണ്ഡലം സന്ദീപിന് നൽകുമോ എന്ന് വ്യക്തമായിട്ടില്ല. UTV ന്യൂസ്, പാലക്കാട്.